നമസ്കാരം. 9ാം ക്ലാസ്സിലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇൻഫോ മിററിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ ഇംഗ്ലീഷ് ചാപ്റ്റേഴ്സാണ്. ദി അൺസ്റ്റോപ്പബിൾ സോൾ സർഫർ എന്നുള്ള ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻസും ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്, ചാപ്റ്റർ എടുത്തിട്ടുണ്ട്. അതിലെ ആക്ടിവിറ്റീസാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ ലെറ്റസ് റിവൈൻഡ് വരെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം മക്കളെ, പേജ് നമ്പർ 126 നോക്കുക. ആക്ടിവിറ്റി 1, ബെത്താനി ഹാമിൽട്ടൺസ് ലൈഫ് ഈസ് എ മിക്സ് ഓഫ് അപ്സ് ആൻഡ് ഡൗൺസ്. അല്ലേ? ബെത്താനി ഹാമിൽട്ടൻ്റെ ലൈഫ് എങ്ങനെയാണ്? അപ്സ് ആൻഡ് ഡൗൺസിൻ്റെ ഒരു മിക്സ് ആയിരുന്നു. പിക്ക് ഔട്ട് ഫ്രം ദ പാസേജ് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് റിലേറ്റഡ് ടു ദ വേർഡ്സ് ഇൻ കോളം എ ആൻഡ് റൈറ്റ് ദം ഇൻ കോളം ബി. അതായത് അറിയാമല്ലോ, ലെഫ്റ്റ് സൈഡിൽ തന്നിരിക്കുന്നതുണ്ടോ? കോളം എയിൽ ഡ്രീം, മിസ്ഹാപ്പ്, ഡിസപ്പോയിൻമെൻറ്റ്, ഡിറ്റർമിനേഷൻ, ഡെയറിങ് ടു ഡ്രീം അഗെയിൻ, സപ്പോർട്ട്, സക്സസ്, ഇൻസ്പിറേഷൻ തുടങ്ങിയ കാര്യങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ? അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അതുമായിട്ട് മാച്ച് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ പാഠം വായിച്ചല്ലോ, ഒന്നുകൂടി ഒന്ന് വായിക്കുക. അതിനുശേഷം അതുമായിട്ട് മാച്ച് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണ് എന്നുള്ളത് നമ്മൾ എടുത്തെഴുതുക. ഇതിൽ നിങ്ങൾക്ക് പാടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസ്ഹാപ്പ് എന്നുള്ളതായിരിക്കും. ആപത്ത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു മീനിങ് വരുന്നത്. അപ്പം നോക്കൂ, കോളം എ എന്താണ്? ഡ്രീം. ഡ്രീം നോക്കൂ. ഐ വോണ്ട് ടു ബി ദ ബെസ്റ്റ് സെൽഫ് ഫോട്ടോഗ്രാഫർ ഇൻ ദ വേൾഡ്. അതാണ് ഡ്രീം. മിസ്ഹാപ്പ് എന്തായിരുന്നു സംഭവം? ആ കൈ പോയി എന്നുള്ളത് തന്നെയാണ് അവിടുത്തെ മിസ്ഹാപ്പ് അല്ലേ? അപ്പം മിസ്ഹാപ്പ് നോക്കൂ. ഐ ന്യൂ ദാറ്റ് ദ ഹ്യൂജ് ജോസ് ഓഫ് എ മാസീവ് ടൈഗർ ഷാർക്ക് കവേർഡ് ദ ടോപ്പ് ഓഫ് മൈ ബോർഡ് ആൻഡ് മൈ ലെഫ്റ്റ് ആം. അതാണ് അവരുടെ ഒരു ആപത്തായിട്ട് വന്നതല്ലേ? അടുത്ത ഡിസപ്പോയിൻമെൻറ്റ് എന്താണ്? ഫോർ എ വൈൽ ഐ ഡൗട്ടഡ് വെദർ ഐ വുഡ് സർഫ് അഗെയിൻ. അതാണ് ഡിസപ്പോയിൻമെൻറ്റ്. ഡിറ്റർമിനേഷൻ, ഇതിനകത്ത് വേറെ ഉദാഹരണങ്ങൾ ഉണ്ടാകാം, ഞാൻ തന്നത് ഇതാണ് കേട്ടോ. ഡിറ്റർമിനേഷൻ എന്താണ്? മൈ ഹോൾ ഫാമിലി സ്റ്റൂഡ് ബിഹൈൻഡ് മീ ആൻഡ് ട്രൈ ടു എൻകറേജ് മീ ആസ് മച്ച് ആസ് പോസിബിൾ. അത് അവരുടെ എല്ലാവരുടെയും ഒരു ഡിറ്റർമിനേഷൻ ആയിരുന്നു. ഡെയറിങ് ടു ഡ്രീം അഗെയിൻ എന്താണ്? ഒന്നുകൂടി സ്വപ്നം കാണുക എന്നുള്ളത് അല്ലേ? എന്താണ്? ബിഫോർ ഐ ഗോട്ട് ഔട്ട് ഓഫ് ദ ഹോസ്പിറ്റൽ ഐ വാസ് ടോക്കിംഗ് ഡിഫറൻ്റ്ലി അബൌട്ട് ദ പോസിബിലിറ്റി ഓഫ് സർഫിംഗ് അഗെയിൻ അല്ലേ? സപ്പോർട്ട് എന്തായിരുന്നു? ദേ വേർ സോ സ്ട്രോങ് ആൻഡ് ദാറ്റ് ഹെൽപ്ഡ് മീ ബി സ്ട്രോങ് ടു. ഇനി സക്സസ്, എ വേവ് റോൾഡ് ത്രൂ ഐ കോട്ട് ഇറ്റ്, പുട്ട് മൈ ഹാൻഡ് ഓൺ ദ ഡെക്ക് ടു പുഷ് അപ്പ് ആൻഡ് ഐ വാസ് സ്റ്റാൻഡിങ്. ഇൻസ്പിറേഷൻ എന്തായിരുന്നു? Strangers still approach me on the beach, in airports, in shops and restaurants. They ask for autographs. They come up and tell me I am an inspiration. അല്ലേ? അത്രയും നമുക്ക് പറയാം. ആക്ടിവിറ്റി 2, the ever-growing number of reporters who heard what had happened to me were eager to break my story. Very soon, the news of the shark attack was flashed worldwide. A few news reports are given below. അപ്പോൾ ബഥാനിയെ പറ്റിയിട്ടുള്ള ആ ഒരു ന്യൂസ് ക്യാപ്ചർ ചെയ്യാനായിട്ട് ഒരുപാട് പേര് അവിടെ വന്ന് നിൽപ്പുണ്ടായിരുന്നു അല്ലേ? അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ എന്ത് സംഭവിച്ചു? ഷാർക്ക് അറ്റാക്കിനെ പറ്റിയിട്ടുള്ള ആ ഒരു ന്യൂസ് വേൾഡ് വൈഡിൽ ഫ്ലാഷായി. പിന്നീട് എന്താണുള്ളത്? ന്യൂസ് റിപ്പോർട്ട്സ് എന്തൊക്കെയാണ് അന്ന് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് നിങ്ങൾക്കിവിടെ തരുന്നത്. നോക്കൂ, പിക്ചേഴ്സ് ഉണ്ടോ? ഷാർക്ക് ബൈറ്റ്സ് ഓഫ് സഫേഴ്സ് ആം ഇൻ ഹവായി. യങ് ഷാർക്ക് അറ്റാക്ക് വിക്ടിം സേസ് ഷീ വോണ്ട്സ് ടു കീപ് സർഫിങ്. ഇതൊക്കെ ന്യൂസ് ഹെഡ്ലൈൻസ് ആണ്. ന്യൂസും അതിനകത്ത് തന്നെ ഉണ്ട്. ആസ് ദീസ് ക്ലിപ്പിംഗ്സ് ആർ ഫ്രം ഓൾ ന്യൂസ് പേപ്പേഴ്സ് ദ മാറ്റർ അപ്പിയേഴ്സ് ഫെയ്ഡഡ്. പ്രിപ്പയർ എ ന്യൂസ് റിപ്പോർട്ട് ബേസ്ഡ് ഓൺ യുവർ റീഡിംഗ് ഓഫ് ദി എക്സെപ്റ്റ്. യു മേ ഫോളോ ദ സ്റ്റെപ്സ് ഗിവൺ. ഈ തന്നിരിക്കുന്നതൊക്കെ പഴയ റിപ്പോർട്ടാണ് അല്ലേ? അതുകൊണ്ട് തന്നെ എന്താണ്? വളരെ ഫെയ്ഡായിട്ടുള്ള രീതിയിലുള്ള നല്ല മങ്ങിയ റിപ്പോർട്ട്സാണ്. അപ്പോൾ നമുക്ക് പുതിയ റിപ്പോർട്ട് വേണം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഇതൊക്കെ വച്ചിട്ട് നിങ്ങളൊരു പുതിയ റിപ്പോർട്ട് എഴുതുക. അപ്പം നിങ്ങൾക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഇവിടെ തരുന്നുണ്ട്. സ്റ്റെപ്പ് 1, കളക്ട് റെലവൻറ്റ് ഇൻഫർമേഷൻ. വളരെ റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം കളക്ട് ചെയ്യുക. സ്റ്റെപ്പ് 2, അനലൈസ് ആൻഡ് അറേഞ്ച് ഡേറ്റ ഇൻ ദ ഇൻവേർട്ടഡ് പിരമിഡ് ഓർഡർ. യുവർ ടീച്ചർ വിൽ ഹെൽപ്പ് യു. ഇൻവേർട്ടഡ് പിരമിഡിൻ്റെ ഓർഡറിൽ ഡേറ്റ അനലൈസ് ചെയ്യുക, അറേഞ്ചും ചെയ്യുക. ഗിവ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ. അതാണ് സ്റ്റെപ്പ് 3. അപ്പോൾ ഇനി നമുക്ക് എഴുതാം. കണ്ടത് ഫോം എല്ലാം തന്നിട്ടുണ്ട്, എളുപ്പമുണ്ട്. ഹെഡ്ലൈനും പിന്നെ ബൈ ലൈൻ, ഡേറ്റ് ലൈൻ, പിന്നെ ലീഡ്, ബോഡി, അടുത്ത അക്കോർഡ്സ്.
ഇത്രയുമാണ് ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൽ വേണ്ടത്. അപ്പോൾ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എങ്ങനെ ഇരിക്കണം എന്നുള്ളത് ഇത് ജസ്റ്റ് ഒന്ന് എപ്പോഴാണെങ്കിലും ഒരു ഫോട്ടോ എടുത്തൊന്ന് വെച്ചേരാം കേട്ടോ. അപ്പോൾ നമുക്ക് എഴുതാനായിട്ട് വലിയ ഗുണം ചെയ്യുന്ന ഒരു സംഭവമാണത്. നോക്കൂ, നമുക്ക് ഹെഡിങ് എങ്ങനെ എഴുതാം? ബെത്താനി ഹാമിൽട്ടൺ റിട്ടേൺസ് ടു സർഫിംഗ് ആഫ്റ്റർ ഷാർക്ക് അറ്റാക്ക്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹെഡ്ലൈൻ വന്നിരിക്കുന്നത് ഏത് ടെൻസിലാണ്? സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ. അത് ഓർത്തു വയ്ക്കണം. ഇനി മാറ്ററിലോട്ട് പോവാം. ബെത്താനി ഹാമിൽട്ടൺ, a professional surfer, was attacked by a tiger shark while surfing in Kauai, Hawaii. The shark bit off her left arm. Fellow surfers quickly helped her and got her to safety. After surgery and a long recovery, with the support of her family, she decided to surf again. At first, she struggled, but soon she was back on the boat. Bethany now surfs with one arm. She has become an inspiration to many, showing that with determination, anyone can overcome challenges. Her story inspires people all over the world. ഇതിൽ അർത്ഥം പറയേണ്ടതായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ? സിമ്പിൾ സെൻറ്റൻസ് ആണ്, പഠിച്ച കാര്യങ്ങളാണ്. അതുകൊണ്ട് അർത്ഥത്തിൻ്റെ ആവശ്യമില്ല. സംഭവങ്ങൾ മൊത്തം നമ്മളിതിൽ പറഞ്ഞിട്ടുമുണ്ട്. അറിയാലോ, ആദ്യം ഹെഡ്ലൈൻ പറയുന്നു, ഹെഡ്ലൈൻ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇലാബറേറ്റ് ചെയ്ത് പറയുന്നു, പിന്നീട് അതിൻ്റെ ബോഡി എന്തൊക്കെ എവിടെ വെച്ച് സംഭവിച്ചു എന്ന് പറയുന്നു, ലാസ്റ്റ് അവരുടെ ഒരു ഇൻസ്പിറേഷനാണ് എന്നുള്ളത് പറഞ്ഞ് നമ്മൾ നിർത്തി. അത്രേ ഉള്ളൂ. ഇനി ആക്ടിവിറ്റി 3 നോക്കൂ. While at the hospital, Bethany tries to console herself and regain self-confidence. അല്ലേ, ഹോസ്പിറ്റലായിരുന്ന സമയത്ത് ബെത്താനി എന്താ ചെയ്തിരുന്നത്? അവൾക്കൊരു സ്വയം സമാധാനിക്കുകയും വേണം, കോൺഫിഡൻസ് തിരിച്ചു കൊണ്ടുവരികയും വേണം. ഷീ ഡിസൈഡ്സ് ടു ഡ്രീം ഡിഫറൻ്റ് ആയിട്ട് പല രീതിയിൽ. എന്താണ്, ഇനി എനിക്ക് ഒരു ഫോട്ടോഗ്രാഫർ ആവണം, ഇങ്ങനെ പല രീതിയിൽ ചിന്തിക്കുന്നില്ലേ? അങ്ങനെയൊക്കെ ചിന്തിച്ചു. ഷീ ജോട്ട്സ് ഡൗൺ ഹർ ഫീലിങ്സ് ആൻഡ് തോട്ട്സ് ഇൻ ഹർ ഡയറി. അവളുടെ ഫീലിങ്സും തോട്ട്സും ഒക്കെ അവൾ എവിടെ എഴുതി? അവളുടെ ഡയറിയിൽ എഴുതി. ഹെൽപ്പ് ഹർ കംപ്ലീറ്റ് ദ ഡയറി എൻട്രി. ആ ഡയറി എൻട്രി ഒന്ന് എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ചെയ്യണം. ബോഡി ഓൾറെഡി തന്നിട്ടുണ്ട്, ഇനി നമ്മൾ എഴുതിയാൽ മതി അല്ലേ. നോക്കൂ, 4th November 2003. Now what will I be able to realize my dream? ഇനി ബാലൻസ് ഇങ്ങനെ നമ്മൾ എഴുതണം. ലാസ്റ്റ് I won't surrender, I will fight on. ഇത്രയും അവിടെ തന്നിട്ടുണ്ട്. നമ്മളിനി എഴുതണം, നമ്മളുടേതായ ഐഡിയകളിൽ എഴുതണം. ഫസ്റ്റിൽ നമുക്ക് ഇങ്ങനെ തന്നെ എഴുതിയാൽ മതി അല്ലേ. ഡേറ്റ് ഒക്കെ ഓൾറെഡി തന്നിട്ടുണ്ടല്ലോ, നമുക്കിനി അത് വെച്ച് എഴുതാം. നൗ വാട്ട് വിൽ ഐ ബി ഏബിൾ ടു ഫോളോ മൈ ഡ്രീം തന്നിട്ടുണ്ട്. ഇനി ഇറ്റ് ഈസ് ഹാർഡ് ടു അക്സെപ്റ്റ് ലോസിങ് മൈ ആം. എൻ്റെ കൈ നഷ്ടപ്പെട്ടു, എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ബുദ്ധിമുട്ടാണ്. ഐ ഓൾവേസ് തോട്ട് ഓഫ് മൈ സെൽഫ് ആസ് എ സർഫർ. അല്ലേ, ഞാനെപ്പോഴും എന്നെപ്പറ്റി എന്താ ചിന്തിക്കുന്നത്? ഞാൻ സർഫറാണ്. ബട്ട് മേ ബി ഐ ക്യാൻ ഫൈൻഡ് എ ന്യൂ ഡ്രീം. അല്ല, ഇനി ഒരു പക്ഷേ എനിക്കൊരു പുതിയ എന്തെങ്കിലും ഒരു ലക്ഷ്യം, ആ ഡ്രീം എന്ന് പറഞ്ഞാൽ വേറെ എന്തെങ്കിലും ഒരു ഡ്രീം, സ്വപ്നം, ഇപ്പോൾ ഇതിൽ നടക്കില്ലെങ്കിൽ അടുത്തത് എന്നുള്ളതാണ് കേട്ടോ. ഐ കുഡ് ട്രൈ സർഫ് ഫോട്ടോഗ്രഫി ഓർ സംതിങ് എൽസ്. അല്ലേ, സർഫ് ഫോട്ടോഗ്രഫിയോ മറ്റെന്തെങ്കിലും നോക്കണം. ഇറ്റ് വോണ്ട് ബി ഈസി, അത്ര എളുപ്പമല്ല. ബട്ട് ഐ കാൺ ഗീവ് അപ്പ്. പക്ഷേ എനിക്ക് അങ്ങനെ പാതി വഴിയിൽ എൻ്റെ ലൈഫിൽ സ്വപ്നങ്ങളെല്ലാം ഉപേക്ഷിച്ച് ജീവിക്കണോ? ഞാൻ പറ്റില്ല. ഐ ഹാവ് മൈ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ടു സപ്പോർട്ട് മീ. ഫാമിലി ഫ്രണ്ട്സും ഒക്കെ എന്നെ സപ്പോർട്ട് ചെയ്യാനുണ്ട്. ദേ ബിലീവ് ഇൻ മീ. അവരെന്നിൽ വിശ്വസിക്കുന്നു. ആൻഡ് ഐ ഹാവ് ടു ബിലീവ് ഇൻ മൈ സെൽഫ് ടു. അപ്പം ഞാനും എന്നിൽ വിശ്വസിക്കണം. ഐ വിൽ കീപ് ട്രൈയിങ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ ഇനിയും ട്രൈ ചെയ്യും. ഐ നോ ഐ വിൽ ഫൈൻഡ് എ വേ ടു ഡു വാട്ട് ഐ ലവ് അഗെയിൻ. ഞാൻ എന്താണോ ഇഷ്ടപ്പെടുന്നത് അത് ചെയ്യാൻ ഞാൻ എന്തെങ്കിലും ഒരു മാർഗം, ഇനിയും അത് ചെയ്യാനുള്ള മാർഗം ഞാൻ എന്ത് ചെയ്യും? കണ്ടെത്തും. അത്രയും പോരെ? ഒരുപാട് വലിച്ചു നീട്ടണോ? വേണ്ട. ആക്ടിവിറ്റി 4. ബെത്താനി ഫേസ് ദ ഷാർക്ക് അറ്റാക്ക് വെൻ ഷീ വാസ് 13. 13 വയസ്സുള്ളപ്പോഴാണ് ഈ ഷാർക്ക് അറ്റാക്ക് ഉണ്ടായത് അല്ലേ. ഷീ അച്ചീവ്ഡ് ഹർ ഡ്രീം ഓഫ് റിട്ടേണിംഗ് ടു ദ സർഫ് ബോർഡ് ബിക്കോസ് ഓഫ് ഹർ സ്ട്രോങ് വിൽ. അവളുടെ ഒരു സ്ട്രോങ് വില്ല് കൊണ്ടാണ് അവൾ എന്താ എത്തിയത്? സർഫ് ബോർഡിലോട്ട് വീണ്ടും തിരിച്ച് എത്തിയത്. വാട്ട് ആസ്പെക്ട് ഓഫ് ഹർ പേഴ്സണാലിറ്റി ഹെൽപ്ഡ് ബെത്താനി റിയലൈസ് ഹർ ഡ്രീം? പിക്ക് ഔട്ട് ഇൻസ്റ്റൻസസ് ഫ്രം ദ എക്സെപ്റ്റ് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. എന്തൊക്കെ ക്വാളിറ്റീസ് ആയിരിക്കും, എന്തൊക്കെ പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് ക്വാളിറ്റീസ് ആയിരിക്കും ബെത്താനിയെ അവളുടെ ഡ്രീമിലോട്ട് അവളെ എത്തിച്ചത്? എന്തൊക്കെ ആയിരിക്കും?
അത് നിങ്ങൾ എന്ത് ചെയ്യണം, താഴെ തന്നിട്ടുണ്ട് ക്യാരക്ടർ ട്രേറ്റ്സ് 3 എണ്ണം, അതുപോലെ എവിഡൻസും ഒക്കെ തന്നിട്ടുണ്ട്. അപ്പം നിങ്ങളത് എന്ത് ചെയ്യണം, അത് വേറെ എന്തെങ്കിലും ക്വാളിറ്റീസൊക്കെ ആ കുട്ടിക്കുണ്ടോ അതൊക്കെ തപ്പിയെടുത്ത് അതുമായിട്ട് മാച്ച് ചെയ്യുന്ന സെൻറ്റൻസൊക്കെ മാച്ച് ചെയ്ത് എഴുതുക. ഓക്കെ, അംബീഷ്യസ് ആണ് എന്നുള്ളത് തന്നിട്ടുണ്ട്, വിൽ പവർ, കോൺഫിഡൻസ് ഇതൊക്കെ തന്നിട്ടുണ്ട്, മാച്ച് ചെയ്യുന്ന സെൻറ്റൻസ് എവിഡൻസും തന്നിട്ടുണ്ട്. നമുക്കിനി അതൊന്ന് മാച്ച് ചെയ്യണം. അംബീഷ്യസ്, ഇറ്റ് വാസ് ഹർ ഗ്രേറ്റ് അംബിഷൻ ടു ബിക്കം എ പ്രൊഫഷണൽ സർഫർ അല്ലേ? അതെ. ഇനി വിൽ പവർ, ഷീ വാസ് ഡിറ്റർമിൻഡ് ടു ട്രൈ സർഫിംഗ് അഗെയിൻ ഈവൻ ആഫ്റ്റർ ദി അറ്റാക്ക്. ഷീ കെപ്റ്റ് പുഷിങ് ഹെർസെൽഫ് ടു സ്റ്റാൻഡ് അപ്പ് ഓൺ ദ ബോർഡ് അഗെയിൻ. ഇതൊക്കെ അവളുടെ വിൽ പവർ കാണിക്കുന്നതാണ്. കോൺഫിഡൻസ് എന്തുണ്ട്? ഐ എം ഷുവർ യു ക്യാൻ ഡു വാട്ട് എവർ യു പുട്ട് യുവർ മൈൻഡ് ടു. ഹർ ഡാഡ് ടെൽസ് ഹർ, ഷോയിങ് ഹർ ബിലീഫ് ഇൻ ഹെർസെൽഫ് ടു ഓവർകം ചാലഞ്ചസ്. ഒപ്റ്റിമിസ്റ്റിക്, ശുഭാപ്തി വിശ്വാസം, എല്ലാം നേരെ തന്നെ നടക്കും എന്നുള്ള വിശ്വാസം. ഡെസ്പൈറ്റ് ദി ഡിഫിക്കൽട്ടീസ് ഷീ സ്റ്റാർട്ടഡ് തിങ്കിങ് അബൌട്ട് സർഫിംഗ് അഗെയിൻ അല്ലേ? ചേഞ്ചിങ് ഹർ മൈൻഡ് സെറ്റ് ബൈ സാറ്റർഡേ. അത് വേണമെന്നില്ല കേട്ടോ, അത്രയായാലും മതി. ഹാർഡ് വർക്കിംഗ് എന്താണ്? ഷീ വർക്ക്ഡ് ഹാർഡ് ടു ലേൺ ടു സർഫ് അഗെയിൻ വിത്ത് വൺ ആം, പ്രാക്ടീസിങ് ആൻഡ് റിഫൈനിങ് ഹർ ടെക്നിക്. ഇനി അടുത്തെന്താ? ഓൾട്രൂയിസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റുള്ളവരെ പരോപകാരം ചെയ്യുന്നില്ല, നിസ്വാർത്ഥമായി എൻ്റേത് കാര്യം മാത്രം എന്നുള്ള ചിന്തയല്ലാതെ ചെയ്യുന്നവർ. ഷീ agreed to do interviews for the benefit of others even though she didn't enjoy the spotlight അല്ലേ? ഇനിയുള്ളത് ഇൻസ്പയറിങ്. എന്താണ് ഇൻസ്പയറിങ്? Strangers called her an inspiration and admired her for being a bearer of hope for those facing tough challenges അല്ലേ? അവൾ ഇൻസ്പയറിങ് അല്ലേ? വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ആൾക്കാർ, സിറ്റുവേഷൻസ് ഒക്കെ ഫേസ് ചെയ്യുന്ന ആൾക്കാർക്ക് അവളല്ലേ ഇൻസ്പിറേഷൻ. അത് ഇനി നൗ യൂസ് ദ ടേബിൾ ടു പ്രിപ്പയർ എ ക്യാരക്ടർ സ്കെച്ച് ഓഫ് ബെഥാനി ഹാമിൽട്ടൺ. ഇത്രയൊക്കെ പറഞ്ഞു വന്നപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായില്ലേ എന്തായിരിക്കും ഈ ഹിൻസ് ഒക്കെ തന്നിട്ടില്ലേ? ക്യാരക്ടർ ട്രേറ്റ്സ് എല്ലാം നമ്മൾ തന്നിട്ടുണ്ട്, പേഴ്സണാലിറ്റി ട്രേറ്റ്സ് എല്ലാം തന്നു. ഇനി ഇതൊക്കെ വെച്ചിട്ട് ആ കുട്ടിയുടെ എന്തെഴുതുക? ക്യാരക്ടർ സ്കെച്ച് നിങ്ങൾ എഴുതുക. എളുപ്പമാണ്, ഇതൊക്കെ തന്നിട്ടുള്ളതുകൊണ്ട് നമുക്കങ്ങ് എഴുതാം. നോക്കാം. ബെഥാനി ഹാമിൽട്ടൺ ഈസ് എ ഡിറ്റർമിൻഡ് ആൻഡ് സ്ട്രോങ് പേഴ്സൺ അല്ലേ? ഷീ ഹാഡ് എ ബിഗ് അംബിഷൻ, ലക്ഷ്യമാണ്, ടു ബിക്കം എ പ്രൊഫഷണൽ സർഫർ. ആഫ്റ്റർ ദി ഷാർക്ക് അറ്റാക്ക് ഷീ ഷോഡ് ഗ്രേറ്റ് വിൽ പവർ ബൈ ഡിസൈഡിങ് ടു സർഫ് അഗെയിൻ ഈവൻ ദോ ഇറ്റ് സീംഡ് ഇമ്പോസിബിൾ ആണെന്ന് തോന്നിയെങ്കിൽ പോലും ഇനി സർഫ് ചെയ്യണം എന്നുള്ള ഒരു ഡിറ്റർമിനേഷൻ അല്ലെ വിൽ പവർ ആയിരുന്നു കുട്ടി കാണിച്ചത്. ഷീ റിമൈൻഡ് കോൺഫിഡൻറ്റ് ആൻഡ് പുട്ട് ഓൺ എ ബ്രേവ് ഫേസ് ഫോർ അതേഴ്സ് ഈവൻ വെൻ തിങ്സ് വെർ ടഫ് അല്ലെ? ടഫ് സിറ്റുവേഷനിൽ പോലും അവളൊരു ബ്രേവ് ഫേസ് കൊണ്ടുവച്ചിരുന്നു, മറ്റുള്ളവർക്കും എന്ത് കിട്ടാൻ? കോൺഫിഡൻസ് കിട്ടാൻ. ഹർ ഓപ്റ്റിമിസം ഹെൽപ്ഡ് ഹർ സ്റ്റേ പോസിറ്റീവ് ആൻഡ് തിങ്ക് അബൌട്ട് സർഫിംഗ് അഗെയിൻ ആഫ്റ്റർ ദി അറ്റാക്ക് അല്ലേ? എല്ലാം നേരെ പോകും എന്നുള്ള വിശ്വാസം, ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള കുട്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എന്ത് സംഭവിച്ചത്? അവൾക്ക് വീണ്ടും ഈ അറ്റാക്കിന് ശേഷവും സർഫ് ചെയ്യാൻ സാധിച്ചത്. ഇനി ബെഥാനി വർക്ക്ഡ് ഹാർഡ് ടു റീലേൺ സർഫിംഗ് വിത്ത് വൺ ആം. ഷീ പ്രാക്ടീസ്ഡ് ആൻഡ് കെപ്റ്റ് ട്രൈയിങ് even when her first attempts didn't work. She is also altruist അല്ലേ? ഷെയറിങ് ഹർ സ്റ്റോറി ത്രൂ ഇൻ്റർവ്യൂസ് ടു ഹെൽപ്പ് അതേഴ്സ്. എന്താണ് ഓൾട്രൂയിസ്റ്റിക് എന്ന് നേരത്തെ പറഞ്ഞു, മറ്റുള്ളവർക്കും കൂടി വേണ്ടി എന്തെങ്കിലും ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ. ഹർ ജേർണി ഈസ് ട്രൂലി ഇൻസ്പയറിങ്. പീപ്പിൾ സീ ഹർ ആസ് എ സിംബൽ ഓഫ് ഹോപ്പ്, ഷോയിങ് ദാറ്റ് വിത്ത് ഡിറ്റർമിനേഷൻ യു ക്യാൻ ഓവർകം എനി ചാലഞ്ച് അല്ലേ? മറ്റുള്ളവർ അവളെ എന്താണ് കാണുന്നത്? അവളിൽ സിംബൽ ഓഫ് ഹോപ്പായിട്ട് കാണുന്നു. എന്നിട്ട് എന്തും പറയുന്നുണ്ട്? ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്തൊരു ചലഞ്ചും നിങ്ങൾക്ക് ഫേസ് ചെയ്ത് മുന്നോട്ട് വരാൻ പറ്റും എന്നുള്ള ഒരു ഇൻസ്പിറേഷനാണ് ആര്? നമ്മുടെ ബെഥാനി ഹാമിൽട്ടൺ. ആക്ടിവിറ്റി 5 നോക്കൂ, കുറച്ചേ ഉള്ളൂ ക്വസ്റ്റ്യൻ കണ്ട, വളരെ കുറച്ച്. വായിക്കട്ടെ. ബെഥാനി സ്ട്രോങ് ഡിറ്റർമിനേഷൻ ആൻഡ് ഹാർഡ് വർക്ക് ബ്രോട്ട് ഹർ ബാക്ക് ടു ദി സർഫ് ബോർഡ് അല്ലേ? Her success is an inspiration to everyone. You are assigned to interview Bethany for your school magazine. അപ്പോൾ ബഥാനിയുടെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയാണ്? ബഥാനിയെ നിങ്ങളുടെ സ്കൂൾ മാഗസീനിലേക്ക് ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി നിങ്ങൾ ക്ഷണിക്കുന്നു. വാട്ട് ആർ ദ പ്രീ ഇൻ്റർവ്യൂ ആക്ടിവിറ്റീസ് യു ഷുഡ് ബെയർ ഇൻ മൈൻഡ്? അപ്പോൾ ഇൻ്റർവ്യൂവിന് മുമ്പ് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നായിരിക്കും മൈൻഡിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്? എന്തൊക്കെ വേണം? ഒരാളെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും അയാളുടെ ഒരു ബയോഗ്രഫി നിങ്ങൾ നോക്കി വയ്ക്കുക. അവർ ഓട്ടോബയോഗ്രഫി എഴുതിയിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് നോക്കി വയ്ക്കുക കേട്ടോ. ബയോഗ്രഫി എന്ന് പറയുന്നത് എന്താണ് പ്രത്യേകത?
ഒരാളെ പറ്റി മറ്റുള്ളവർ എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓട്ടോബയോഗ്രഫി എന്ന് പറയുമ്പോൾ എൻ്റെ കാര്യങ്ങൾ ഞാൻ തന്നെ എഴുതുന്നത്, അതിൽ നിന്ന് നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാനായിട്ട് പറ്റും അല്ലേ. പിന്നെ നോ ദിയർ സോഴ്സസ് ഓഫ് ഇൻസ്പിറേഷൻ. ഇപ്പം നമ്മൾക്കൊരു ഇൻസ്പിറേഷൻ ഉണ്ടായിട്ടായിരിക്കാം ഒരു പക്ഷേ ഒരുപാട് പേര് പറയില്ലേ, നമുക്ക് റോൾ മോഡൽസ് ഉണ്ട്, അദ്ദേഹത്തെ കണ്ടാണ് ഞാൻ ഇങ്ങനെ ആയത്, അദ്ദേഹമാണ് എൻ്റെ റോൾ മോഡൽ, അദ്ദേഹമാണ് എൻ്റെ ഇൻസ്പിറേഷൻ എന്നൊക്കെ പറയില്ലേ. അതൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കണം. കളക്ട് ഇൻഫർമേഷൻ അബൌട്ട് ദെയർ അച്ചീവ്മെൻറ്റ്സ്. അവർ അച്ചീവ്മെൻറ്റ്സിനെ പറ്റിയിട്ട് ഉറപ്പായിട്ടും എന്ത് വേണം, നമ്മൾ ഇൻഫർമേഷൻ അറിഞ്ഞു വെക്കണം. ഉറപ്പായിട്ടും അവരുടെ ബയോഗ്രഫിക്കകത്തൊക്കെ അവരുടെ ഫാമിലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ അവരുടെ എന്തും ഒരു ഡ്രോബാക്സും കൂടെയൊക്കെ നമ്മളൊന്ന് അറിഞ്ഞു വെക്കുന്നത് നല്ലതായിരിക്കും അല്ലേ. പിന്നെ പബ്ലിക് ഒപ്പീനിയൻ അങ്ങനെയുള്ള കാര്യങ്ങൾ, അടുത്ത റീസെൻ്റായിട്ട് അവരെ പറ്റി എന്തെങ്കിലും ന്യൂസ് വന്നിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഇതൊക്കെ നമ്മളൊന്ന് അറിഞ്ഞു വെച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. A few sample questions are given below. കണ്ടോ, നിങ്ങൾ ചോദിക്കേണ്ട ക്വസ്റ്റ്യൻസിൽ കുറച്ച് സാമ്പിളൊക്കെ തന്നിട്ടുണ്ട്. ഗോ ത്രൂ ദം, അത് നോക്കുക. ദി അൺഎക്സ്പെക്റ്റഡ് ഇൻസിഡൻറ്റ് ചേഞ്ച് ദ കോഴ്സ് ഓഫ് യുവർ ലൈഫ് അല്ലേ. പ്രതീക്ഷിക്കാത്തൊരു സംഭവം ഉണ്ടായില്ലേ, അപ്പോൾ അവരുടെ ആ ഒരു ജീവിതത്തിൻ്റെ ആ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു യാത്രയെ തന്നെ ഒരു ബാധിച്ച ഒരു സംഭവമാണ് അല്ലേ. ക്യാൻ യു എക്സ്പ്ലെയിൻ വാട്ട് ഹാപ്പൻ ഓൺ ദാറ്റ് ഫ്രൈറ്റ്ഫുൾ ഡേ. അപ്പോൾ അന്നത്തെ ദിവസം, ആ പേടിപ്പെടുത്തുന്ന ദിവസം എന്തൊക്കെ സംഭവിച്ചു എന്ന് പറയാമോ? യു വൺസ് സ്റ്റേറ്റഡ് ദാറ്റ് യു നെവർ എൻജോയ്ഡ് ബീയിങ് ഇൻ ദ സ്പോട്ട്ലൈറ്റ്. അടുത്ത ക്വസ്റ്റ്യനാണ്, എന്താണ് ഈ ക്യാമറയുടെ ഫ്രണ്ടിൽ വരാൻ നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്ന് നിങ്ങൾ പറഞ്ഞതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. ലേറ്റർ ഓൺ യുവർ ഇൻ്റർവ്യൂസ് ടേൺഡ് ഔട്ട് ടു ബി എൻ ഇൻസ്പിറേഷൻ ഫോർ തൗസൻഡ്സ് അറൗണ്ട് ദി ഗ്ലോബ്. പക്ഷെ പിന്നീട് നിങ്ങൾ ഒരുപാട് പേർക്ക് ഇൻ്റർവ്യൂ കൊടുത്തു. അപ്പോൾ നിങ്ങളുടെ ആ ഇൻ്റർവ്യൂ എന്താണ്, ഈ ഭൂമിയിൽ ഒരുപാട് ലോകത്തിൻ്റെ അങ്ങ് ഇങ്ങനെയുള്ള ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷനായി. വാട്ട് മെയ്ഡ് യു ഡിസൈഡ് ടു ഗീവ് ഇൻ്റർവ്യൂസ്. ഇൻ്റർവ്യൂ തരാൻ നിങ്ങൾ തോന്നലുണ്ടാക്കിയ കാരണം എന്താണ്? നല്ല ക്വസ്റ്റ്യൻസ് അത് രണ്ടും അല്ലേ. വാട്ട് ഡു ദീസ് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഫോക്കസ് ഓൺ. ഈ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസിൽ എന്തൊക്കെയാണ് ലക്ഷ്യം? സീക്കിങ് ഇൻഫർമേഷൻ കിട്ടണം. പിന്നെ ആസ്കിങ് ഒപ്പീനിയൻസ്, അഭിപ്രായങ്ങൾ അറിയണം. ഇനി ഷെയറിങ് വ്യൂസ് ഓൺ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ലൈഫ് അല്ലേ. ജീവിതത്തിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസ്. ഇപ്പോൾ തന്നെ എന്താണ്, സ്പോട്ട്ലൈറ്റിൽ വരാൻ ആഗ്രഹമില്ലാതിരുന്ന കുട്ടി ഇപ്പോൾ 13 വയസ്സ് വരെ, 13ാമത്തെ വയസ്സിൽ അറ്റാക്ക് ഉണ്ടാകുന്നു, ഷാർക്ക് അറ്റാക്ക്. അതിനുശേഷം ഡിസിഷനൊക്കെ മാറ്റി വേറെ രീതിയിൽ ചിന്തിക്കുന്നു, അത് വേറൊരു ഫേസാണ് അല്ലേ. അപ്പോൾ അങ്ങനെ എന്താണ്, അതാണ് ഡിഫറെൻറ്റ് സ്റ്റേജസിനകത്ത് ഒന്നാണത് കേട്ടോ. ഇപ്പോൾ നമ്മൾ കുഞ്ഞുനാളിൽ സ്റ്റേജസ് പറയുമ്പോൾ നമ്മുടെ ലൈഫിൽ പല സ്റ്റേജസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കുട്ടിക്കാലത്ത് നമ്മൾക്ക് പലർക്കും പല ലക്ഷ്യങ്ങളായിരിക്കും. അതായിരിക്കില്ല നമ്മൾ കൗമാരത്തിൽ, അതും ആയിരിക്കില്ല ചിലപ്പോൾ യൗവനത്തിൽ. കൗമാരത്തിൽ തന്നെ ഏകദേശം നമ്മുടെ ലക്ഷ്യങ്ങളൊക്കെ ഫിക്സ് ആയിട്ടുണ്ടാകും. അപ്പോൾ അതൊക്കെ ഡിഫറെൻറ്റ് സ്റ്റേജസിൽ നമ്മുടെ ഓരോന്നിനെ പറ്റിയിട്ടുള്ള ഒപ്പീനിയനും ഡിഫറെൻ്റ് ആയിരിക്കും. ക്രിട്ടിക്കൽ ഒബ്സർവേഷൻ ഓൺ സോഷ്യൽ ഇഷ്യൂസ് ഉണ്ടാകും. സോഷ്യൽ ഇഷ്യൂസിനെ പറ്റിയിട്ട് ക്രിട്ടിക്കലായിട്ടുള്ള ഒബ്സർവേഷൻസ് ഉണ്ടാകും. ഇനി ഹൗ ഡു വി ഫ്രെയിം ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് നമ്മൾ എങ്ങനെ ഉണ്ടാക്കും? ക്യോട്ടിങ് ദ ഇൻ്റർവ്യൂസ് ഓൺ വേർഡ്സ് അല്ലേ. നമ്മൾ സാർ കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ അങ്ങനെ പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ സാർ ഇന്ന സാഹചര്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരുന്നു. ഇതൊക്കെ നമ്മളൊന്ന് അറിഞ്ഞു വെച്ചാൽ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാം. റെഫറിങ് ടു സം ഇൻസിഡൻറ്റ്സ് ഇൻ ദെയർ ലൈഫ് അല്ലേ. ഇപ്പോൾ ചിലർക്കൊക്കെ ഫാമിലിയിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ കരിയറിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം, അല്ലെങ്കിൽ സന്തോഷകരമായ സംഭവം ഒക്കെ ഉണ്ടാകുമ്പോഴായിരിക്കും അവർക്ക് പെട്ടെന്ന് ചേഞ്ചസ് ഒക്കെ ഉണ്ടാകുന്നത്. അതൊക്കെ നമ്മൾ നോട്ട് ചെയ്യാം. പോയിൻറ്റിങ് ഔട്ട് ദെയർ അച്ചീവ്മെൻറ്റ്സ് അല്ലേ. അവർ അച്ചീവ്മെൻറ്റ്സ്, ഇപ്പോൾ ഒരു അവാർഡ് കിട്ടിയല്ലോ സാർ, അല്ലെങ്കിൽ എന്താണ് സാഹിത്യപരമായിക്കോട്ടെ കലാപരമായിട്ടോട്ടെ എന്തെങ്കിലും ഒരു അവാർഡൊക്കെ നമുക്ക് കിട്ടി, അതൊക്കെ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. റെഫറിങ് ടു റിലേറ്റഡ് സോഷ്യൽ ഇഷ്യൂസ് അല്ലേ. ഈ അടുത്തൊക്കെ സംഭവിച്ച സോഷ്യൽ ഇഷ്യൂസ് റെഫർ ചെയ്തും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നൗ ലെറ്റ് us പ്രിപ്പയർ ദ ക്വസ്റ്റ്യനെയർ. ഇനി നിങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കണം. ഗോ ത്രൂ ദി ചെക്ക് ലിസ്റ്റ് ഗിവൺ ബിലോ ആൻഡ് ടിക്ക് ഓഫ് ഈച്ച് ദം ഇൻ ദ ലിസ്റ്റ്. അപ്പോൾ പേഴ്സണൽ ലൈഫ് വേണം, പ്രൊഫഷണൽ ലൈഫ് വേണം, ഹാർഡ്ഷിപ്സ് അല്ലെങ്കിൽ ചാലഞ്ചസ് വേണം, ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ മോട്ടിവേഷൻ വേണം, അച്ചീവ്മെൻറ്റ്സ്, മെസ്സേജ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, പിന്നെ ഏതെങ്കിലും 2 എണ്ണം കൂടെ നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ നിങ്ങൾ ഇതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് മേക്ക് ചെയ്തോന്ന് നോക്കി ടിക്കും കൂടി ഇട്ട് വയ്ക്കണം. അപ്പോൾ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം, ഓരോന്നിനെ പറ്റിയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കണം. പേഴ്സണൽ ലൈഫ് എന്തായിരിക്കും? ക്വസ്റ്റ്യൻസ് ചോദിക്കട്ടെ. വാട്ട് റോൾ ഡിഡ് യുവർ ഫാമിലി പ്ലേ ഇൻ യുവർ റിക്കവറി ആഫ്റ്റർ ദി ഷാർക്ക് അറ്റാക്ക്? ഒരു ക്വസ്റ്റ്യൻ, സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. ഫാമിലിയുടെ റോൾ, ഷാർക്ക് അറ്റാക്കിൽ നിന്ന് റിക്കവർ ഉണ്ടായ ഫാമിലി റോൾ എന്തായിരുന്നു? ഇനി പ്രൊഫഷണൽ ലൈഫിൽ എന്ത് ചോദിക്കാം? സർഫിംഗ് ബിക്കേം എ ബിഗ് പാർട്ട് ഓഫ് യുവർ ഐഡൻറ്റിറ്റി. ഹൗ ഡിഡ് ഇറ്റ് ഫീൽ ടു ബി ബാക്ക് ഓൺ എ സർഫ് ബോർഡ് ആഫ്റ്റർ ദി അറ്റാക്ക് അല്ലേ. സർഫിംഗ് എന്ന് പറയുന്നതാണല്ലോ അവരുടെ ജീവിതം. അപ്പോൾ തിരിച്ച് വീണ്ടും അതിലേക്ക് വന്നപ്പോൾ എന്തായിരുന്നു നിങ്ങൾക്ക് തോന്നിയത്? ഇനി ഹാർഡ്ഷിപ്പ് അല്ലെങ്കിൽ ചലഞ്ചസ് എന്നുള്ള ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ വേണം അല്ലേ.
വാട്ട് വാസ് ദ ഹാർഡസ്റ്റ് പാർട്ട് ഓഫ് യുവർ റിക്കവറി ബോത്ത് ഫിസിക്കലി ആൻഡ് മെൻ്റലി? ഫിസിക്കലിയും മെൻ്റലിയും ഒക്കെ നിങ്ങളുടെ ആ ഒരു ലൈഫിൽ എന്താണ് ഈ ഒരു ആക്സിഡൻറ്റിന് ശേഷം റിക്കവർ ചെയ്യാനായിട്ടുള്ള ഏറ്റവും പാടുള്ള സംഭവം എന്തായിരുന്നു? ഇനി ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ മോട്ടിവേഷൻ എന്താണ്? ഹൗ ഡു യു ഫീൽ അബൌട്ട് ബീങ് കോൾഡ് ആൻ ഇൻസ്പിറേഷൻ ബൈ സോ മെനി പീപ്പിൾ? ഒരുപാട് പേര് പറയുന്നില്ലേ എന്ത് അവരെ വിളിക്കുന്നു അല്ലേ, അവരുടെ ഇൻസ്പിറേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, എന്ത് ഫീൽ ചെയ്യുന്നു? ഇനി അച്ചീവ്മെൻറ്റ്സ്. വാട്ട് ഡസ് യുവർ റിട്ടേൺ ടു സർഫിംഗ് മീൻ ടു യു പേഴ്സണലി? ഈ അച്ചീവ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? തിരിച്ചു വന്നത് തന്നെ ഒരു അച്ചീവ്മെൻ്റ് അല്ലേ? അത് നിങ്ങളുടെ പേഴ്സണലി നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് തോന്നുന്നത്? മെസ്സേജ്. വാട്ട് മെസ്സേജ് വുഡ് യു ലൈക്ക് ടു ഷെയർ വിത്ത് യങ് പീപ്പിൾ ഹു ആർ ഗോയിങ് ത്രൂ ഡിഫിക്കൽട്ട് ടൈംസ് ഓർ ഫേസിങ് ചലഞ്ചസ്? അല്ലേ, അപ്പോൾ ഭയങ്കര പ്രശ്നങ്ങളിലൂടെയൊക്കെ പോകുന്നവർക്ക് എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് കൊടുക്കാനുള്ളത്? സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. യു എഗ്രീ ടു ഡു ഇൻ്റർവ്യൂസ് ടു ഇൻസ്പയർ അതേഴ്സ്. ഹൗ ഡു യു ഫീൽ അബൌട്ട് യൂസിങ് യുവർ സ്റ്റോറി ടു ഹെൽപ്പ് അതേഴ്സ്? അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ സ്റ്റോറി യൂസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് എന്നുള്ളത്, എന്ത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അല്ലേ അത്? അതാണ് ക്വസ്റ്റ്യൻ. അടുത്തത്, ഇനി നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലേ 2 എണ്ണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾ എന്താണ് പ്രിപ്പയർ ചെയ്യുന്നത്? 2 എണ്ണം. അപ്പോൾ എന്തായാലും 2 എണ്ണം എഴുതിയിട്ട് നമ്മൾ ഏതെങ്കിലും 2 എണ്ണത്തിൻ്റെയും കൂടെ ഓരോ ക്വസ്റ്റ്യൻസ് ഇവിടെ പ്രിപ്പയർ ചെയ്ത് തരാം കേട്ടോ. ഇനി ആക്ടിവിറ്റി 6 ആണ്. Some images of crucial moments in Bethany Hamilton's life are given below. Write a cut line for each picture. കണ്ടോ, ഈ ഓരോ പിക്ചറും കണ്ടല്ലോ, ഇതെല്ലാം എന്താണ് അവരുടെ ലൈഫിലുണ്ടായ സംഭവങ്ങളാണ്. അപ്പോൾ അതിന് നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ലൈൻ ഇങ്ങനെ എഴുതി പോകുക. അത് എന്താണ്, ടു ദി പോയിൻ്റ് ആയിരിക്കണം കേട്ടോ, അത്രയേ ഉള്ളൂ. ഓക്കെ, നോക്കൂ. ഫസ്റ്റ് എന്താണ്? ടൈഗർ ഷാർക്ക് അറ്റാക്സ് ബത്താനി വൈൽ ഷീ ഈസ് വെയിറ്റിംഗ് ഫോർ ദി വേവ്. അടുത്തത്, ബൈറൻ ആൻഡ് ഹോൾട്ട് ടേക്ക് ബത്താനി ബാക്ക് ടു ദി ഷോർ. ഇനി ഡോക്ടർ റോവിൻസ്കി റിവീൽസ് ദി സാഡ് ഫാക്ട് ദാറ്റ് ബത്താനി ഹാഡ് ലോസ്റ്റ് ഹെർ ലെഫ്റ്റ് ഹാൻഡ്. ഇനി ബത്താനി ഈസ് ഇൻ്റർവ്യൂഡ് ബൈ എ നമ്പർ ഓഫ് റിപ്പോർട്ടേഴ്സ്. അടുത്തത്, ബത്താനീസ് ഫാദർ എൻകറേജസ് ഹെർ ടു ട്രൈ ടു സ്റ്റാൻഡ് അപ്പ് ഓൺ ദി സർഫ് ബോർഡ്. ഇനി ബത്താനി സക്സീഡ്സ് ഇൻ സർഫിംഗ് വിത്ത് എ സിംഗിൾ ഹാൻഡ്. ഇത്രയുമാണ് ആ പിക്ചേഴ്സ്. ഇനി പ്രിപ്പയർ എ നറേഷൻ ഓൺ ബത്താനീസ് ലൈഫ്. ഇനി ഇതൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുക, ബത്താനിയുടെ ലൈഫിനെ പറ്റിയൊരു നറേഷൻ തയ്യാറാക്കുക. നോക്കൂ, ബത്താനി ഹാമിൽട്ടൺസ് ലൈഫ് ചേഞ്ച്ഡ് ഇൻ ആൻ ഇൻസ്റ്റൻറ്റ്. വൈൽ സർഫിംഗ് ഇൻ കായ്, ഹവായ്, ഷീ വാസ് അറ്റാക്ഡ് ബൈ എ ടൈഗർ ഷാർക്ക്. ദ ഷാർക്ക് ബിറ്റ് ഓഫ് ഹെർ ലെഫ്റ്റ് ആം, ബട്ട് ഷീ ഡിഡൻറ്റ് ഫീൽ പെയിൻ അറ്റ് ഫസ്റ്റ്. Instead, she was calm as the situation unfolded. After the attack, her family rushed to help her and got her safely to shore. At the hospital, doctors focused on saving her life. For a while, Bethany wasn't sure if she would ever surf again. She even considered becoming a surf photographer, but soon her determination grew. With the support of her family, she decided to try surfing again. It was not easy. Bethany had to learn how to surf with one arm. Her first attempts were difficult, but she kept trying. Eventually, she stood up on her board and rode a wave, feeling a rush of joy and relief. Despite the challenges, Bethany's story became an inspiration to many. She showed that even in the toughest moments, with hard work and determination, anything is possible. Her courage and strength continue to inspire people around the world. ഇത്രയുമാണ് നറേഷൻ. നമുക്ക് വേണമെങ്കിൽ ഇത് ചെറുതാക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് എഴുതാം. ഒരു എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വലഞ്ഞു പോകും. കുറേ പോയിൻറ്റ്സ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചുകൊണ്ട് അങ്ങ് പോവുക കേട്ടോ. After your interview with Bethany, a leading daily has asked you to submit an article based on your interview. How will you prepare an article? The following hints may be used. അപ്പോൾ നിങ്ങൾ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്തല്ലേ, അപ്പോൾ നിങ്ങളോട് ഈ ഒരു ഇൻ്റർവ്യൂവിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ആർട്ടിക്കിൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് ആര് പറയുകയാണ്? ഒരു ഡെയിലി ഇപ്പോൾ ഒരു ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ ഒരു മാഗസിൻ എന്തോ ആയിക്കോട്ടെ. ഹൗ വിൽ യു പ്രിപ്പയർ ആൻ ആർട്ടിക്കിൾ? ദ ഫോളോയിങ് ഹിൻസ് മേ ബി യൂസ്ഡ്. അപ്പോൾ എങ്ങനെയാണ് ആർട്ടിക്കിൾ നിങ്ങൾ എഴുതാൻ പോകുന്നത്? ഈ ഹിൻസ് നോക്കൂ. ആൻ ആർട്ടിക്കിൾ ഇൻ എ ന്യൂസ് പേപ്പർ ഓർ മാഗസിൻ മേ കൺസിസ്റ്റ് ഓഫ് ദി ഫോളോയിങ് എലമെൻറ്റ്സ്. എന്തൊക്കെ വേണം? ഹെഡ്ലൈൻ,
ബൈലൈൻ, ഇൻട്രൊഡക്ഷൻ, മിഡിൽ അല്ലെങ്കിൽ ബോഡി, കൺക്ലൂഷൻ. ഇനി അതൊക്കെ എന്താണെന്നും തന്നിട്ടുണ്ട്. ഹെഡ്ലൈനിൽ എന്ത് വേണം? ഷോർട്ട് സമ്മറി, 5-6 വാക്കുകൾ മതി. അതിൻ്റെ കണ്ടൻറ്റ് എന്താണെന്ന് അറിയണം. ബൈലൈൻ എന്താണ്? നെയിം ഓർ ഡെസിഗ്നേഷൻ ഓഫ് ദ റൈറ്റർ ഓഫ് ദി ആർട്ടിക്കിൾ. ഇനി ഇൻട്രൊഡക്ഷൻ എന്തായിരിക്കും? സംഭവം എന്താണ് എന്നുള്ളത്. യു ക്യാൻ യൂസ് കോട്ട്സ്, ഒബ്സർവേഷൻസ് ഓർ ക്വസ്റ്റ്യൻസ് വിച്ച് ഷുഡ് മേക്ക് ദ ഇൻട്രൊഡക്ഷൻ തോട്ട് പ്രൊവോക്കിംഗ്. ഇറ്റ് ഷുഡ് കണ്ടെയ്ൻ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ അല്ലേ? ഇൻട്രൊഡക്ഷനിൽ എന്ത് വേണം? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മളവിടെ പറയേണ്ടത്. എന്നിട്ട് നമ്മൾ അത് വായിക്കുമ്പോഴാണ് ബാലൻസ് നമുക്ക് വായിക്കാനായിട്ട് തോന്നേണ്ടത് കേട്ടോ. അടുത്തത് മിഡിൽ അല്ലെങ്കിൽ ബോഡിയിൽ എന്ത് വേണം? ആ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ എഴുതും. ഇപ്പോൾ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് പോലെ തന്നെ അവിടെ നമ്മൾ എന്ത് വേണം? ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ പറയണം. ഇൻഫോർമേറ്റീവ് ആയിരിക്കണം, കാര്യങ്ങളെല്ലാം വേണം. അത് വായിച്ച് കഴിയുമ്പോൾ പിന്നെ ഒരു ചോദ്യം ആരുടെ മൈൻഡിൽ ഉണ്ടാകരുത്? വായിക്കുന്നവരുടെ മൈൻഡിൽ ഉണ്ടാകരുത്. അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് വേണം. പിന്നെ മെറിറ്റ്സ്, ഡീമെറിറ്റ്സ്, കോസ്, എഫക്ട്സ് ഇതെല്ലാം വേണം കേട്ടോ. ഇനി കൺക്ലൂഷൻ എന്ത് വേണം? വ്യൂ പോയിൻറ്റ്സ്, നമ്മുടെ വ്യൂ പോയിൻറ്റ്സ്, മറ്റുള്ളവരാരെങ്കിലും അല്ല ക്രിറ്റിസിസം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്, കമൻസ്, മറ്റ് റെക്കമെൻഡേഷൻസ് ഇതൊക്കെ വേണം. പിന്നെ അതിനെ മൊത്തത്തിലൊന്ന് സമ്മപ്പ് ചെയ്ത് പറയുന്നതായിരിക്കണം. ഇത്രയുമാണ് ഇവിടെ ഉള്ളത്. ഇനി നമുക്ക് എഴുതാം. നോക്കൂ, ഹെഡ്ലൈൻ എന്താണ്? ബെത്താനി ഹാമിൽട്ടൺസ് ഇൻക്രെഡിബിൾ കംബാക്ക്. ബൈലൈൻ എന്താണ്? നമ്മുടെ പേര്, സീനിയർ റൈറ്ററാണ് എന്നുള്ളത് കൊടുക്കുക. ഇൻട്രൊഡക്ഷൻ: ബെത്താനി ഹാമിൽട്ടൺ, ദ ഹവൈൻ സർഫർ, faced a life-changing event when a tiger shark attacked her and took her arm. Despite the odds, she made an amazing comeback to surfing. ഇതത്രയും നമുക്കറിയാം. മിഡിൽ അല്ലെങ്കിൽ ബോഡി എന്താണ്? In 2003, Bethany was surfing when a tiger shark attacked, biting off her left arm. With the quick help from her friends, she was rushed to safety. At the hospital, doctors confirmed she lost her arm but focused on saving her life. For a while, Bethany thought she might never surf again, but her family and friends encouraged her. By the second day, she was determined to try surfing again. After several attempts, she stood up on her board, filled with joy and hope. Bethany became an inspiration to many. She faced reports and fans, but stayed humble, using her story to motivate others. In conclusion, Bethany Hamilton's journey is a true example of strength. She showed that no matter the challenge, we can always find the courage to move forward. അല്ലേ? എന്തായിക്കോട്ടെ നമ്മുടെ പ്രതിസന്ധി, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം? കറേജ് നേടി മുന്നോട്ട് പോകാം എന്നുള്ളതാണ് ഇവിടെ കൺക്ലൂഷൻ. അപ്പോൾ ഇത്രയുമായപ്പോൾ ആക്ടിവിറ്റീസൊക്കെ അങ്ങ് തീർന്നു അല്ലേ? നെക്സ്റ്റ് ചാപ്റ്റർ ഉണ്ട്, ഇനി അതിൻ്റെ ആക്ടിവിറ്റീസ് ഉണ്ട്. എത്രയും പെട്ടെന്ന് എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, അല്ല ഇത്രയും ഉണ്ട്. അപ്പോൾ ഇത്രയും നോക്കുക. ഇത് ഫൈനൽ എക്സാമിന് നിങ്ങൾക്ക് ഗുണം ചെയ്യുന്ന കാര്യമാണ് കേട്ടോ. അപ്പം നല്ല വൃത്തിയായിട്ട് അങ്ങോട്ട് ആക്ടിവിറ്റീസൊക്കെ പഠിക്കുക, മിടുക്കരായിട്ട് ഇരിക്കുക. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്